ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹരിതയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അത് ഞാൻ നോക്കിക്കൊള്ളാം. മതി, അത് മതി. നിന്റെ സമ്മതം ഞാൻ അവരെ വിളിച്ചറിയിക്കുകയാണേ. ഹരിതയുടെ സമ്മതം ഇല്ലാതെ പോരുത്. ആന്റി പോയിട്ട് വരാം. പ്രകാശ വളർന്നു വന്നപ്പോ പൊക്കവും തടിയും മാത്രമല്ല, ഉള്ളിലെ സ്വാർത്ഥതയും കൂടി അങ്ങ് വളർന്നു. സ്വാർത്ഥതയൊട്ടും പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്പം കൂടിപ്പോയില്ലേ എന്നൊരു സംശയം മാത്രം. ഒരു പുരുഷായുസ് മുഴുവൻ മക്കളെയെന്നും പറഞ്ഞ് ജീവിച്ചയാളാ മാധവേട്ടൻ. രണ്ടടുപ്പിൽ തീ പുകഞ്ഞാലും പൊള്ളുന്നത് ആ മനസ്സിനായിരിക്കും. വേണ്ട മോനെ, അത് വേണ്ട. നിന്റെ ഉള്ളില് നീ പോലും അറിയാത്ത ഒരു നല്ല മനുഷ്യനുണ്ട്. അതെനിക്കറിയാം. ഇല്ലെങ്കിൽ മിണ്ടാപ്രാണിയായ വിനുവിനെ തല്ലാനായി എസ് ഐ കയ്യോങ്ങിയപ്പോ നീ ആ കയ്യിൽ കയറി പിടിക്കില്ലായിരുന്നു. നല്ലത് വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചന്ദ്രികേ, വരട്ടെ. ശരി. കാണാം. ശരി. പാല്. കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിന്റെ മുഖത്ത് എന്താ ഒരു കടുപ്പം? ഏയ്, ഒന്നുമില്ല. വെറുതെ തോന്നുന്നതായിരിക്കും. തോന്നലൊന്നുമല്ല, അതിന് കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ കർണാകര, ഇരിക്കെ. ആ, രണ്ടാളും ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരോടും കൂടി ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. മനുഷ്യരുടെ കാര്യമാണ്. എപ്പോ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഏത് നിമിഷം എന്ത് സംഭവിക്കാം. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണം. ചേച്ചി പറഞ്ഞു വരുന്നത്? കരുണാകര, ഹരിത ഇവിടെ അവളുടെ ഭർത്താവുമായി പിണങ്ങി വന്ന് നിൽക്കുകയല്ലേ? അതെ. ആ ബന്ധം ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഞാൻ അറിഞ്ഞത് വെച്ച് അവൻ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ നടക്കുന്നൊരു ഫ്രോഡ് ചെറുക്കനാ. ആ, പിള്ളേരല്ലേ, പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ചില ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടും. പക്ഷേ
നമ്മുടെ മക്കളുടെ ഭാവിയാണ് നമുക്ക് വലുത്. ഉം. അതുകൊണ്ട് സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി പറ്റിയ തെറ്റുകൾ എങ്ങനെ തിരുത്താവെന്ന് നോക്കണം. സുമലത കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. ഹരിതയ്ക്ക് പറ്റിയ ഒരു പയ്യനുണ്ട്. പയ്യൻ രണ്ടാം കെട്ടുകാരനൊന്നുമല്ല കേട്ടോ, വലിയ കോടീശ്വരനാ. ആഹാ. ഉം. ഞാൻ തഞ്ചത്തിന് കിട്ടിയപ്പോ അവനോട് ഹരിതമോളുടെ കാര്യം പറഞ്ഞു. ആണോ? അല്ല, രണ്ടാം കെട്ടുകാരിയാണെന്ന് പറഞ്ഞപ്പോ ചെറുക്കന് താല്പര്യക്കുറവുണ്ടാവൂന്ന് കരുതി. അപ്പൊ അവർക്കത് പ്രശ്നമേ അല്ല. അയ്യോ. ഓ. കുഞ്ഞിന്റെ ബാധ്യത ഉണ്ടാകരുതെന്നേ ഉള്ളൂ. ഹരിതയ്ക്ക് എന്തായാലും കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ. അവർക്ക് നല്ല താല്പര്യമുണ്ട്. ആണോ? ആ. നീ എന്തു പറയുന്നു? നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് നോക്കാം. ഹരിത സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവളുടെ സമ്മതം ആർക്ക് വേണം? ജോലി കൂലിയില്ലാത്ത ഈ കഴുതയ്ക്ക് വേണ്ടി അവളുടെ ജീവിതം കളയണോ? മിണ്ടിപ്പോരുത്. ഈ കല്യാണം നടന്ന ഹരിതയ്ക്ക് മാത്രമല്ല, നിന്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലതായിരിക്കും. സുമലതേ, ഹരിതയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അത് ഞാൻ നോക്കിക്കൊള്ളാം. മതി, അത് മതി. നിന്റെ സമ്മതം ഞാൻ അവരെ വിളിച്ചറിയിക്കുകയാണേ. ദേ, ഹരിതയുടെ സമ്മതം ഇല്ലാതെ മിണ്ടിപ്പോരുത്. മിണ്ടിയ നാവ് ഞാൻ പിഴുതെടുക്കും. ഒരു നല്ല കാര്യം വരുമ്പോ നെഗറ്റീവ് പറയുന്നോടി. അളിയ, അളിയൻ എന്തെങ്കിലും തിരക്കിലാണോ? എന്താ മനോജ്? എന്താ? അല്ല, ഒന്നുമില്ല. ഏയ്, അത് വെറുതെ. അല്ലെങ്കിൽ കാര്യം പറ. അല്ല, അത് പറകളിയാ. എന്താ മനോജെ, നിനക്കെന്തോ പറയാനുള്ളത് പോലെ? അതാ ഞാനും ചോദിച്ചത്. അവിടെ വന്ന് ഹരിതയെ വിളിക്കാനൊക്കെ ഞാൻ തയ്യാറാണ്. പക്ഷേ ഹരിത ആ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീട്ടിലേക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാ ഹരിത. ജഗനളിയും വിചാരിച്ച ഹരിതയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും. അത് അത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാനത്തെ കൊട്ടാ